അധികം പറയാനുണ്ട്. ആലിക്കുട്ടി ഉസ്താദ് ഭൗതിക വിദ്യാഭ്യാസവും കൂടിയുള്ള വലിയ പണ്ഡിതനായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ സവിശേഷത നമുക്കൊക്കെ ഇന്നിപ്പോൾ പത്രക്കാരൊക്കെ ഒരു ഒറ്റ വരിയിൽ എഴുതി അദ്ദേഹത്തെ ഓർക്കാറുണ്ടെങ്കിലും അദ്ദേഹം കുറെ കൂടി ആഴത്തിൽ ഓർക്കപ്പെടേണ്ട ആളാണ്. ലോക പണ്ഡിത വേദികളിൽ നമ്മുടെ ശബ്ദം എത്തിച്ച ഒരു പക്ഷേ ആദ്യത്തെ പണ്ഡിതനാണ് മഹാനായ ആലിക്കുട്ടി ഉസ്താദ്. അത് നമ്മൾ അങ്ങനെ പറയുമ്പോൾ വേറെ പലരെയും നമ്മൾ ഓർക്കാതിരിക്കുകയല്ല. നമ്മുടെ ആ ഒരു മണ്ഡലത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ആളുകൾ നമ്മളെ പണ്ഡിതന്മാരൊക്കെ അവർ അങ്ങനെ ഒരു നിലപാടെടുത്തതിൽ ഒരു തെറ്റും ഇല്ല. അത് ഒരു തെറ്റാണെന്ന് ഞാൻ പറയുകയുമല്ല. അതേ സമയത്ത് ആലിക്കുട്ടി ഉസ്താദിൻ്റെ കാലം വന്നപ്പോൾ അദ്ദേഹത്തിന് ലോകത്തെക്കുറിച്ച് ധാരാളം അറിവും ബോധവും ഒക്കെ ശേഖരിക്കാൻ പറ്റിയപ്പോൾ മറ്റുള്ളവരോട് ചെന്ന് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള ഭാഷാജ്ഞാനമൊക്കെ അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹം സമസ്ത പോലുള്ള വലിയൊരു പണ്ഡിത സഭയെ പ്രതിനിധീകരിക്കുന്ന ആളുകൂടിയായതുകൊണ്ട് ജാമിഅ നൂരിയെ പോലുള്ള വലിയൊരു വിദ്യാപീഠത്തിൻ്റെ ഷെയ്ഖുൽ ജാമിഅ അതിൻ്റെ പ്രിൻസിപ്പളും റെക്ടറും ഒക്കെ ആയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി, വേൾഡ് മുസ്ലിം ലീഗ് തുടങ്ങിയിട്ടുള്ള വലിയ പണ്ഡിത വേദികളിലൊക്കെ ചെല്ലാനും കേരളത്തിലും ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാരുണ്ടോ എന്ന് അറബ് മുസ്ലിം ലോകം അറിയാനും ഇടമായിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ മുമ്പ് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെയൊക്കെ പരിമിതമായ അറിവിൽ ഇല്ല എന്നതാണ് വാസ്തവം. ഇവിടെ പാണ്ഡിത്യമില്ലാത്തത് കൊണ്ടല്ല, പണ്ഡിതന്മാരില്ലാത്തത് കൊണ്ടുമല്ല, അതിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടുമല്ല. നമ്മൾ ഒരു ലോക സമൂഹമാണ്, ഒരു യൂണിവേഴ്സൽ സമൂഹമാണ്. നമ്മൾ മുസ്ലിങ്ങളാണ്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ധാരാളം മുസ്ലിങ്ങളുണ്ട്. ഇന്തോനേഷ്യയിൽ മുസ്ലിങ്ങളുണ്ട്, ബംഗ്ലാദേശിൽ മുസ്ലിങ്ങളുണ്ട്, പാകിസ്ഥാനിൽ മുസ്ലിങ്ങളുണ്ട്, എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും മുസ്ലിങ്ങളുണ്ട്. എവിടെയാണ് മുസ്ലിങ്ങളില്ലാത്തത്? വലിയൊരു സമൂഹമല്ലേ. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മതസമൂഹം ക്രിസ്ത്യാനികളാണ്. കണക്ക് അങ്ങനെയാണ്. എന്നാൽ മതം പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യന്മാരുടെ മതം എന്ന നിലക്ക് നോക്കിയാൽ ഇസ്ലാം ഒന്നാമതാണ്. പലപ്പോഴും പല പത്രങ്ങൾ ഇത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൗദിയിൽ നിന്ന് ഇറങ്ങുന്ന വിക്കാദ് എന്ന് പറയുന്ന പത്രം, ദിനപത്രം, ആ ദിനപത്രം വളാഞ്ചേരി മർക്കസിലൊക്കെ ഇതിൻ്റെ ഹാർഡ് പേപ്പർ കോപ്പി എന്ന് വന്നിരുന്നു. ഒരിക്കൽ അതിൻ്റെ റിപ്പോർട്ട് വന്നിരുന്നു. ഇപ്പോൾ പുതിയ കണക്കുകൾ അനുസരിച്ച് മുസ്ലിങ്ങൾ അംഗസംഖ്യ കൊണ്ട് ക്രിസ്ത്യാനികളെ മറികടന്നിട്ടുണ്ട് എന്ന്. ഇരിക്കട്ടെ, ആ കണക്കെന്തായാലും നമ്മൾ ക്രിസ്ത്യാനികൾ ഒന്നാമതാണ്. പക്ഷേ മതം പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്നാമത് മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പം നമ്മളൊരു ലോക സമൂഹമാണ്. ഒരു ലോക സമൂഹമാകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പണ്ഡിതന്മാരെ ഓർക്കുമ്പോൾ അതൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇപ്പോൾ ആലിക്കുട്ടി ഉസ്താദിനെ വളരെ അടുത്ത് ഇടപഴകിയിരുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം വളരെ ഉയരത്തിലാണ്, ഞാൻ അങ്ങനെ ആ ഉയരത്തിലല്ല. പക്ഷെ മുത്തനബി കവികൾ പറഞ്ഞതുപോലെ ദനൗത തവാദുഅൻ വഅലൗത മജ്ദൻ ഫശഇനാകൻ ഖിഫാദുൻ വർതിഫാഉ. ബലാഗൽ വാദിയിൽ അരിയിൽ ബലാഗ പഠിക്കുമ്പോൾ അറബി സാഹിത്യം പഠിക്കുമ്പോൾ ഈ പദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ദനൗത തവാദുഅൻ, അങ്ങ് വിനയം കൊണ്ട് വളരെ സമീപസ്ഥനാണ്, വളരെ ചെറിയ ആളാണ്, വളരെ സമീപസ്ഥനാണ്, നിലത്തോളം താഴാൻ വിനയമുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ വഅലൗത മജ്ദൻ, ഔന്നത്യം കൊണ്ട്, യഥാർത്ഥ ഔന്നത്യം എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യത്തിൻ്റെ ഔന്നത്യമാണ്, തിരിച്ചറിവിൻ്റെ ഔന്നത്യമാണ്. ആ പാണ്ഡിത്യം ജീവിതത്തിൽ പുലർത്തുന്ന ചില ചിന്തകളും നിലപാടുകളുമായി തീരേണ്ടത്. അത് നിർവഹിച്ച, അനുഷ്ഠിച്ച, അനുവർത്തിച്ച വലിയ ഔന്നത്യത്തിൻ്റെ ഉടമയാണ് മഹാനായ ആലിക്കുട്ടി ഉസ്താദ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ അറിയാം. പലരെയും അവരെത്ര വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും നമുക്ക് അടുക്കാൻ പറ്റൂല. ആലിക്കുട്ടി ഉസ്താദ് മുത്തനബി കവി പറഞ്ഞതുപോലെ ദനൗത തവാദുഅൻ വഅലൗത മജ്ദ, വലിയ ഉയരത്തിലാണ് പക്ഷേ വളരെ താഴെയാണ്. അങ്ങനെയുള്ളൊരു നിലപാടുകാരനായിരുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് പലപ്പോഴും ആളുകളുടെ തനിനിറം മനസ്സിലാവുക. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ. ആരെയോ കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ ഉമർ എന്നവർ ചോദിച്ചു, ഈ പറയുന്നത് കൃത്യം തന്നെയാണോ? ആ, കൃത്യം തന്നെയാണ്. എങ്കിൽ നീ അദ്ദേഹത്തോട് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ? അതില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? അതില്ല. അതൊന്നുമില്ലാതെ പിന്നെ എങ്ങനെ നല്ല ആളാന്ന് പറയാം?
സാമ്പത്തിക ഇടപാട് നടത്തണം, കൂടെ യാത്ര ചെയ്യണം. അപ്പോഴൊക്കെയാണ് തനിനിറം പുറത്തു വരിക. അങ്ങനെയാണെങ്കിൽ മഹാനായ ആലിക്കുട്ടി ഉസ്താദിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ഈജിപ്തിൽ കുറേ അധികം സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വിസിറ്റിങ്ങിന് പോകുന്ന ആൾക്കാരല്ലേ, 1-2 ആഴ്ച. ഒരു മൂപ്പരുടെ തിരക്കൊക്കെ നോക്കുമ്പോൾ അത് വലിയ സമയമാണ്. അപ്പോൾ ഈ 2 ആഴ്ച, ഏകദേശം 2 ആഴ്ച കാലം ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനോട് വളരെ ബഹുമാനം തോന്നി. നമ്മൾ 2 ആള് ഒരു ചെറിയ ഇവിടുന്ന് കാസർഗോഡ് നിന്ന് ഒന്ന് മലപ്പുറം വരെ തിരിച്ചും യാത്ര ചെയ്താൽ തന്നെ അഭിപ്രായം വളരെ താഴോട്ട് പോകും. ഇത് കൂടെ യാത്ര ചെയ്തപ്പോഴൊക്കെ വലിയ മനുഷ്യനായിട്ടാണ് കാണാൻ പറ്റിയത്. എന്തോ ഒരു വിനയമാണ്, എന്തോ ഒരു സാമർഥ്യമാണ്, എന്തോ ഒരു സ്വീകാര്യതയാണ്. അന്ന് അദ്ദേഹം വഖഫ് ബോർഡിൻ്റെ ചെയർമാനാണ്. അപ്പം ഞങ്ങൾ ഈ ഈജിപ്ഷ്യൻ നാഷണൽ മ്യൂസിയം കാണാൻ പോയപ്പോൾ അങ്ങോട്ട് കടക്കാൻ എന്തോ ഒരു ചെറിയ ടിക്കറ്റ് ഉണ്ട്. പിന്നെ ഫറോവന്മാരുടെ ഫിറാവിൻ്റെ ശരീരം ഒക്കെ വെച്ച 10-11 ഫിറാവ്, ആ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരുടെ ശരീരം അവിടെ മമ്മികൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ജുനൈഹ് കുറേ അധികം കൊടുക്കണം. അവിടുത്തെ ഈജിപ്ഷ്യൻ പൗണ്ട് ഒരാൾക്ക് 100 അങ്ങനെ എന്തോ ഉണ്ട്. നമ്മളൊക്കെ ഈ പറഞ്ഞ മാതിരി അലിക്കുട്ടി ഉസ്താദാവട്ടെ മറ്റുള്ളവരാവട്ടെ ഇവിടെ വലിയ വലിയ സ്ഥാനമാനങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നവരാണെങ്കിലും അവര് ആത്യന്തികമായി ദർവീശികളാണ്. ജീവിതത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആൾക്കാരാണ് പലരും, പരിമിതികളുള്ള ആൾക്കാരാണ്. അലിക്കുട്ടി ഉസ്താദ് വ്യക്തിപരമായിട്ട് കുറച്ച് ഉയർന്ന കുടുംബത്തിലുള്ളയാളും അദ്ദേഹത്തിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ഈ തിരൂർക്കാട് പ്രദേശത്തെ വലിയ ആളുകളുമാണ്, പണക്കാരും പ്രതാപികളും ഒക്കെയാണ്. പക്ഷെ ആലിക്കുട്ടി ഉസ്താദ് അതിലൊന്നും പെട്ടയാളല്ല. അദ്ദേഹം ഒരു ഇലാഹിയായ റബ്ബാനിയായ ലദുന്നിയായ മനുഷ്യനാണ്. അപ്പോൾ ഈ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ ഞാൻ മൂപ്പര് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇവര് ഞങ്ങളുടെ നാട്ടിലെ വഖഫ് ബോർഡിൻ്റെ ചെയർമാനാണ്. അപ്പോൾ ആള് അവിടെ അങ്ങനെ തിരക്കല്ലേ, അപ്പോൾ കൗണ്ടറിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഇത് പാരാച്ചിട്ട് നോക്കിയപ്പോൾ മുഖം കണ്ടപ്പോഴത്തേക്ക് തന്നെ അവരുടെ അഭിപ്രായമൊക്കെ മാറ്റി. പിന്നെ അവർ ആൾക്കാർ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. ടിക്കറ്റൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് എനിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ കടന്നു പോകാൻ പറ്റി. അവർ അനുവദിച്ചു എന്നർത്ഥം, അനുവാദം ഇല്ലാതെ എന്തെങ്കിലും കാട്ടിയതല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ചില ആളുകളെ കണ്ടാൽ ആർക്കും അത് എന്തെങ്കിലും ചെയ്തിട്ടല്ല, മുഖം ഇങ്ങോട്ട് കണ്ടാൽ മനസ്സും അഭിപ്രായമൊക്കെ കൊണ്ട് മാറും. ഞാൻ ഓർക്കുന്നുണ്ട് KK ഹദ്റത്ത് നവറുല്ലാഹു മർക്കദ് വഖദ്ദസ റൂഹ് പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ പ്രിൻസിപ്പാളായിരുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റുമായിരുന്നു. നമുക്കൊക്കെ അഭിമാനിക്കാം. കാരണം ഷെയ്ഖുന KK ഉസ്താദിൻ്റെ മർക്കസിൽ ഷെയ്ഖുനായുടെ സാന്നിധ്യത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു പാഠ്യപദ്ധതിയുടെ തുടർച്ചയിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്, ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അബുദാബിയിൽ നമ്മുടെ ചില്ലറ സാധാരണക്കാരായ ജനങ്ങളെ ഉദ്ദേശിച്ച് വയോജന ക്ലാസ്സുകളൊക്കെ നടക്കാറുണ്ടായിരുന്നു. അതിനൊരു തടസ്സം നേരിട്ടു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അറബി നാടാണ്, അവിടുത്തെ അളന്നു മുറിച്ച നിയമങ്ങളാണ്, ഒരു നിർവാഹമില്ല. KK ഉസ്താദ് അബുദാബിയിൽ വന്നിറങ്ങി. അപ്പോൾ തച്ചർക്കൽ ഇബ്രാഹിം ഹാജി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഔക്കാഫിലേക്ക്, അവിടുത്തെ മതകാര്യ വകുപ്പിൻ്റെ കേന്ദ്രത്തിലേക്ക് ഷെയ്ഖുന KK അബൂബക്കർ ഹദ്റത്ത് ഉസ്താദിനെ കൊണ്ടുപോയി. അപ്പം അദ്ദേഹം ഈ ക്ലാസ്സിന് വന്നിട്ടുള്ള തടസ്സങ്ങൾ നീക്കി തരണമെന്നും അവരോട് അപേക്ഷിക്കാനാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ ഇരുന്ന് കുറേ അധികം വർത്തമാനമൊക്കെ പറഞ്ഞ് അതിൻ്റെ അനിവാര്യതയും അതിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെ ഒരുങ്ങുമ്പോൾ തന്നെ ഈ ഒരു പറണ്ട ഷെയ്ഖിൻ്റെ മുഖം കണ്ടാൽ മതി, ഈമാൻ സ്ഫുരിക്കുന്ന മുഖം, വേഗം എവിടൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിന് പെർമിഷൻ വേണ്ടത്, പുനഃസ്ഥാപിക്കേണ്ടത്, അതൊക്കെ ഉടനെ തന്നെ പുനഃസ്ഥാപിച്ചു. ദീർഘകാലം പിന്നെ ആ പ്രവർത്തനം നടന്നു. ഇപ്പോഴും ആ പ്രവർത്തനത്തിൻ്റെ തുടർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ ആ ആൾക്കാരിൽ പ്രധാനിയാണ് ഇന്നത്തെ നമ്മുടെ കാലത്തെ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. ആലിക്കുട്ടി ഉസ്താദ് വളരെ വിശാലമായി ചിന്തിച്ചിരുന്ന ആളാണ്. പല സന്ദർഭങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കടന്നു പോന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഈ സന്ദർഭങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ നമ്മൾ നിരന്തരം എന്ന് വേണമെങ്കിൽ പറയാം ചില സന്ദർഭങ്ങളിൽ സമീപിക്കാറുണ്ടായിട്ടുണ്ട്.
കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിട്ടുണ്ട്. വാത്സല്യത്തോടെ അല്ലാതെ ഒരു അനുജനോടെന്ന പോലെ അല്ലെങ്കിൽ ഒരു മകനോടെന്ന പോലെ ഒക്കെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് കാര്യങ്ങൾ സംസാരിക്കുക, കാര്യങ്ങളിൽ നിലപാടുകൾ എടുക്കുക. ഒരിക്കലും ആളുകളെയൊക്കെ അകറ്റി നിർത്തുക, മാറ്റി നിർത്തുക, കുറ്റവിചാരണ ചെയ്യുക എന്നൊക്കെ പറയുന്ന രീതി ഉസ്താദിനില്ല. ഇൻക്ലൂസീവായിട്ടുള്ള സമീപനം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനം, അതായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റേത്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പോലുള്ള വലിയ ആഢ്യത്വമുള്ള വലിയ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തിന് പൊതുമുഖം നൽകുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്ക് കൂടി ഇത് ഒരു വലിയ പരിഗണിക്കപ്പെടേണ്ട ഒരു കൂട്ടായ്മയാണ്, ഒരു വലിയ സംഘമാണ് എന്ന ആ ഒരു മെസ്സേജ് പൊതുസമൂഹത്തിന് കൈമാറുന്ന കാര്യത്തിൽ ആലിക്കുട്ടി ഉസ്താദിൻ്റെ കാലം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ഒരു പരമാർത്ഥമാണ്. മുസ്ലിം ലോകത്തോട് ബന്ധമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് ഒരു പരമാർത്ഥമാണ്. സുന്നി യുവജന സംഘത്തിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് നടന്നു. ആ സമയത്താണ് UAE ഭരണാധിപൻ ഷെയ്ഖ് സായിദ് വഫാത്താകുന്നത്. സ്വാഭാവികമായിട്ട് ആ സമ്മേളനത്തിൽ ഇപ്പം നമ്മൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഓർക്കുന്നത് പോലെ ലോകത്ത് മുസ്ലിമീങ്ങൾ എവിടെ ഉണ്ടായ എല്ലാവരും ഷെയ്ഖ് സായിദിനെ അനുസ്മരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് സായിദിനെ ആ വലിയ സമ്മേളനവും അനുസ്മരിക്കുകയുണ്ടായി. പക്ഷേ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ മതകാര്യ വകുപ്പിനെ പരാമർശിച്ചല്ലോ. ഈ മതകാര്യ വകുപ്പിൻ്റെ ഏതാണ്ട് എല്ലാ പ്രധാനികളും ആ പരിപാടിക്ക് വന്നിരുന്നു. നമ്മുടെ വലിയ പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ, ഒരു പ്രമുഖനായ അറബിയെ, അത് വലിയ പൊസിഷനിലുള്ള ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ആലിക്കുട്ടി ഉസ്താദിൻ്റെ കഴിവാണ്. ആലിക്കുട്ടി ഉസ്താദ് പറ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആൾക്കാരെ തള്ളിയിടുക എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ വിനയം, അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഉള്ള ആ ഒരു ഈമാൻ. എനിക്കും ബഹുമാനപ്പെട്ട ഉസ്താദിനൊക്കെ ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട് അബുദാബിയിൽ. അയാളൊരു എഞ്ചിനീയറാണ്, അമേരിക്കൻ വിദ്യാഭ്യാസമാണ്, വലിയ പണക്കാരനാണ്. അദ്ദേഹം ഉസ്താദ് ഇല്ലാത്ത സമയത്തൊക്കെ വല്ലപ്പോഴും കണ്ടുമുട്ടുകയാണെങ്കിൽ എന്താണ് ഷെയ്ഖ് അലിയുടെ വർത്തമാനം, അപ്പോഴൊക്കെ ആ ചെറുപ്പക്കാരൻ പറയും, എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണുന്നത് വലിയ സന്തോഷമാണ്, ഈമാനുള്ള മുഖമാണ്, നൂറുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് പറയും, ഒരു ചെറുപ്പക്കാരനാണ്, ആധുനിക വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൻ, ആ മുഖത്ത് നൂറുണ്ട്, 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 പ്രകാശമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഈ റമദാനിക്ക് ഞാൻ ഇങ്ങനെ UAE അബുദാബിയിൽ പോയിരുന്നു. ആ സമയത്തും പലവട്ടം ഇദ്ദേഹത്തെ കണ്ടു. ആ കാണപ്പോഴൊക്കെ ആലിക്കുട്ടി ഉസ്താദിനെ അന്വേഷിക്കുകയും സുഖം തന്നെ അല്ലേ എന്നൊക്കെ പറയുകയും പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ വലിയ സംതൃപ്തി, വല്ലാത്ത ബഹുമാനം, അങ്ങനെ ഒരു ബന്ധമുണ്ടായി തീർന്ന ഈ വലിയ പിന്നെ സന്തോഷവും അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആരൊക്കെ അദ്ദേഹത്തെ കണ്ടുമുട്ടിയോ അവർക്കൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വലിയ ബഹുമാനമാണ്. അതൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോഴത്തേക്ക് അവനെന്തെങ്കിലും വാരിക്കോരി കൊടുക്കലോ അല്ലെങ്കിൽ നമ്മൾ കുറെ ജാട കാണിക്കലൊന്നുമല്ല. സ്വാദു ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അള്ളാഹിനോട്ട് അടുത്ത ആൾക്കാരുടെ ലക്ഷണം എന്താണ്? ഭൂമിയിൽ വിനയാന്വിതരായിട്ട് നടന്നു പോകുന്നവർ, ഭൂമിയിൽ വിനയാന്വിതരായിട്ട് നടന്നു പോകുന്നവർ. ഞാൻ പോകുമ്പോൾ ആളുകളൊക്കെ വഴിമാറി തരണം, എൻ്റെ കൂടെ എൻ്റെ വെട്ടിയെടുക്കാൻ കുറേ ആൾക്കാർ വേണം, എന്നിട്ട് ഇങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ കയർക്കണം, എന്നിട്ട് അത് കേൾക്കുമ്പോൾ ഇയാൾ വലിയ ആളാണല്ലോ എന്ന് വിചാരിക്കണം. അങ്ങനെയൊന്നും ഇല്ലാത്ത, തീരെ നാട്യങ്ങളില്ലാത്ത വല്ലാത്ത പണ്ഡിതനാണെന്ന് വിശാലമായ വീക്ഷണം, ആധുനിക കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന് ആഴത്തിലറിവുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളൊക്കെ ചിലത് പറയാനൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഈ അവസരം ചെറുതായതുകൊണ്ട് അങ്ങോട്ടൊന്നും കടക്കണമെന്നില്ല.